ഏകസത്യദൈവമായ യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ നിന്നും ആശ്വാസപ്രദനും വഴികാട്ടിയും സഹായകനുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സ്നേഹവും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ സ്വർഗത്തിലെ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്ന യഹോവ ദൈവമല്ലെന്നും മറിച്ച് യഹോവ സാത്താനാണെന്നും ക്രൂരനായ തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ ദുഷിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഉപജ്ഞാതാവായ മിസ്റ്റർ ഷിബു പീഡിയക്കലിനോട് 21 ചോദ്യങ്ങൾ ഈ വീഡിയോ മുഖാന്തരം ഞാൻ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ദൈവസഭയുടെ അപ്പോസ്തലന്മാരും ബൈബിൾ നമുക്ക് നൽകിയെന്ന് അവകാശപ്പെടുന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാരും ചേർന്ന് എന്തിനാണ് ലോകത്തെ ഇത്ര ക്രൂരമായി വഞ്ചിച്ചത്, ചതിച്ചത്? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനങ്ങൾ, നാമങ്ങൾ എല്ലാം യഹോവ എന്ന നാമത്തിലുള്ളത് അത് സാത്താനാണെന്ന് ഇവർക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു, അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നുമല്ലെങ്കിലും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും അറിവില്ലായിരുന്നു. നിഷ്കളങ്കരായ ദൈവമക്കളുടെ കയ്യിൽ എന്തിനാണ് ഇത്ര വികലമായ സാത്താനെ ആരാധിക്കേണ്ടതിന് ഒരു പുസ്തകം എഴുതി കൊടുത്തത്? ഇതാ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അശേര എന്ന എൽഷദായ്, താങ്കൾ പറഞ്ഞിരിക്കുന്ന എൽഷദായ് അശേരയാണെന്നാണ്. അബ്രഹാമിന് വെളിപ്പെടും മുമ്പ് സൃഷ്ടി മുതൽ അബ്രഹാം വരെ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവം ആരാണ്? അത് അശേരയാണോ, യഹോവയാണോ, അതോ മറ്റേതെങ്കിലും ദൈവമാണോ? ചോദ്യം നമ്പർ 3, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ താങ്കൾ പറയുന്നത് യഹോവ എന്ന പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അവിടെ യഹോവ എന്ന പേരല്ല, അശേര എന്ന പേരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര ഭാഗങ്ങളിൽ ഇത്തരം തിരുത്തലുകൾ നടത്തപ്പെട്ടിട്ടുണ്ട്? തെളിവ് സഹിതം പറയണം. കാരണം യഹോവ എന്ന നാമം ഏകദേശം 6800ഓളം ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡോണായി, ഏലോഹീം, അഡോണായി ഏകദേശം 400-ലധികം പ്രാവശ്യം, ഏലോഹീം 2500ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി യഹോവയുടെ സർവനാമങ്ങളായി ഏകദേശം 15000 പ്രാവശ്യം യഹോവയുടെ നാമത്തെ സൂചിപ്പിക്കുവാൻ സർവനാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 20000-ലധികം പ്രാവശ്യം യഹോവയുടെ നാമത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ വ്യക്തികൾ ഇതിനകത്ത് ഈ നാമങ്ങൾ അശേരയാണോ യഹോവയാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? നിശ്ചയമായിട്ടും താങ്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ അശേരയുടെ പേര് നീക്കം ചെയ്തു, അവിടെ യഹോവയുടെ നാമം എഴുതി ചേർത്തു എന്നൊന്ന് പറഞ്ഞാൽ ഇനി വേദപുസ്തകം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വായിക്കാൻ കഴിയുമല്ലോ. അതാണ് 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യം, എൽഷദായ് എന്ന നാമം ഏകദേശം 48 പ്രാവശ്യത്തോളം എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോട് കൂടെ ചേർന്ന് വരുന്നത് മാസ്കുലിൻ നൗൺ പുല്ലിംഗ നാമങ്ങളും
മാസ്കുലിൻ വേർബ് പുല്ലിംഗ ക്രിയാരൂപവുമാണ്. അതിൻ്റെ അർത്ഥം എൽഷദായി ഒരു സ്ത്രീ അല്ല, പിന്നെയോ ഒരു പുരുഷനാണ്. മാത്രവുമല്ല, ഈ 48 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ചില ഭാഗത്ത് താങ്കൾ പറയുന്ന വയലൻസും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എൽഷദായ് എങ്ങനെ നിറയെ മുലകളുള്ള ഒരു ദേവതയാകും, അശേരയാകും? ചോദ്യം നമ്പർ 5. ഏകദൈവ വിശ്വാസമാണ് ഇസ്രായേൽ ഇന്ന് വരെ പുലർത്തിയിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ ദൈവ സങ്കല്പത്തിൽ ഒരു പുരുഷ ദൈവ സങ്കല്പമാണ്. ദേവത സ്ത്രീ സങ്കല്പം അവർക്കില്ല. പിന്നെ എങ്ങനെയാണ് അശേര എന്ന ദേവത, നിറയെ മുലകളുള്ള അശേര ഇസ്രായേൽ മക്കളുടെ ദൈവമാകുന്നത്? ചോദ്യം നമ്പർ 6. എൽഷദായ് എന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മറ്റു ഗുണഗണങ്ങൾ ഇസ്രായേൽ മക്കൾ അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അതിപരിശുദ്ധനാണ്, അത്യുന്നതനാണ്. ഇത്ര ഉന്നതനായ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ദേവത എങ്ങനെയാണ് ഒരു സാത്താൻ്റെ ഭാര്യയായിത്തീരുന്നത്? മിസ്റ്റർ ഷിബു പീഡിയക്കൽ, ഇതിനകത്ത് ഒരു ലോജിക്കുമില്ലല്ലോ. ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു ദേവതയ്ക്ക് എങ്ങനെ ക്രൂരനായ സാത്താൻ്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയും? എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അതങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ചോദ്യം നമ്പർ 7. ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്തത് അശേരയാണോ യഹോവയാണോ? 10 കൽപ്പനകളും കൂടെ ചേർന്ന് ഏകദേശം 613 കൽപ്പനകളുള്ള ന്യായപ്രമാണം കൊടുത്തത് ഇവരിൽ ആരാണ്? ചോദ്യം നമ്പർ 8. ഇസ്രായേലിൽ അത്ഭുതങ്ങൾ ചെയ്തത് അശേരയാണോ യഹോവയാണോ? 2 തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. നെഗറ്റീവ് മിറക്കിൾസ് ഉണ്ട്. ഉദാഹരണം, മിസ്രൈമിൽ ചെയ്ത ബാധകളൊക്കെ അതാരാണ് ചെയ്തത്? പോസിറ്റീവ് മിറക്കിൾസ് ഉണ്ട്. മന്ന കൊടുക്കുക, കാടപ്പക്ഷിയെ കൊടുക്കുക, വെള്ളം മധുരമാക്കുക, ചെങ്കടലിനെ വിഭാഗിക്കുക, ഇങ്ങനെയുള്ള പോസിറ്റീവ് മിറക്കിൾസ് ചെയ്തത് ആരാണ്? അശേരയാണോ യഹോവയാണോ? ചോദ്യം നമ്പർ 9. സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയം ആരുടേതാണ്? ഇത് പണിയുവാൻ മോശയ്ക്കും ശലോമോനും ഒക്കെ കൽപ്പന കൊടുത്തത് അശേരയാണോ യഹോവയാണോ? ചോദ്യം നമ്പർ 10. യഹൂദർക്കുള്ള 39 പുസ്തകമുള്ള ബൈബിളിൽ അശേരയുടെ പ്രവാചകന്മാരോ എഴുത്തുകാരോ ആയിട്ട് ആരെങ്കിലുമുണ്ടോ? ചോദ്യം നമ്പർ 11. ഇസ്രായേലിലെ പ്രവാചകന്മാർ ആരുടെ ആത്മാവിലാണ് പ്രവചിച്ചത്? അശേരയുടെയോ അതോ യഹോവയുടെയോ? ശമൂവേൽ തുടങ്ങി മലാക്കി വരെയുള്ള ഈ പ്രവാചകന്മാരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ദസ് സേയ്സ് ദ ലോർഡ്, അതിന് പകരം ദസ് സേയ്സ് ദ അശേര എന്ന് പറഞ്ഞിട്ടുണ്ടോ? അശേര ഇങ്ങനെ പറയുന്നു, അശേരയുടെ നാമത്തിൽ പ്രവചിക്കുന്നു എന്ന് ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം 12. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കൊന്ന, നശിപ്പിച്ച, അവരെ എതിർത്ത ഏലിയാവ് ആരുടെ പ്രവാചകനാണ്? ചോദ്യം 13. ഇസ്രായേലിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് ആരുടെ ആത്മാവാണ്? അശേരയുടെ ആത്മാവാണോ യഹോവയുടെ ആത്മാവാണോ? ഈ പരിശുദ്ധാത്മാവ് തന്നെയാണോ പുതിയ ഉടമ്പടിയിൽ ദൈവസഭയിൽ വെളിപ്പെട്ടത്? ചോദ്യം നമ്പർ 14. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട സ്വർഗത്തിലെ ദൂതന്മാർ ആരുടെ ദൂതന്മാരാണ്? അശേരയുടെയോ അതോ യഹോവയുടെയോ? ചോദ്യം നമ്പർ 15.
മൽക്കീസേദെക്ക് ആരുടെ പുരോഹിതനാണ്? അശരുടെയാണോ അതോ യഹോവയുടെയോ? ചോദ്യം നമ്പർ 16. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉൾപ്പെടാത്ത ഇയ്യോബ് എന്ന ഒരു കഥാപാത്രം നമുക്കുണ്ട്. ഇയ്യോബിൻ്റെ ദൈവം അശേരയാണോ യഹോവയാണോ? ചോദ്യം നമ്പർ 17. ഇസ്രായേലിനെയും മറ്റു ജാതികളെയും നിരന്തരം ന്യായം വിധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമുണ്ട്. ആ ന്യായവിധി നടത്തിയ ദൈവം അശേരയാണോ അതോ യഹോവയാണോ? ചോദ്യം 18. ഒരു അന്ത്യന്യായവിധിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. നിത്യ നരകമുണ്ട്, അവിശ്വാസികൾ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും എന്ന് വചനം പറയുന്നു. ഈ നിത്യന്യായവിധി നടത്തുന്നത് അശേരയാണോ യഹോവയാണോ? ചോദ്യം 19. ആധുനിക ഇസ്രായേലിൻ്റെ ദൈവം ആരാണ്? അശേരയാണോ യഹോവയാണോ? ഇന്നത്തെ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. ചോദ്യം നമ്പർ 20. എൽഷദായ് എന്ന പേരിൽ വെളിപ്പെട്ട അശേര ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ഈ ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ, ഈ കാലയളവിൽ അശേരയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ആരെങ്കിലും അവരെ ആരാധിക്കുന്നുണ്ടോ? ചോദ്യം നമ്പർ 21. എല്ലാവരും രക്ഷിക്കപ്പെടും. ഏത് മതത്തിലാണെങ്കിലും, ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും, എങ്ങനെയൊക്കെ ജീവിച്ചാലും, ഏതൊക്കെ പാപങ്ങൾ ചെയ്താലും എല്ലാവരും രക്ഷിക്കപ്പെടും, എല്ലാവരും സ്വർഗത്തിലെത്തും എന്ന് താങ്കൾ പഠിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിന് എതിരെ പറയുന്നു. അവിശ്വാസികൾ അവർ നിത്യനരകത്തിൽ തള്ളപ്പെടുമെന്നാണ്. താങ്കളുടെ മറുപടി എന്താണ്? ഈ 21 ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ വഴി മറുപടി പറയാം. എന്നാൽ എൻ്റെ ആഗ്രഹം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാം. എനിക്ക് താങ്കളോട് വാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വാദിക്കാനും തർക്കിക്കാനും ഇഷ്ടവുമില്ല. എന്നാൽ ഈ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുവാനും താങ്കൾക്ക് പറയാനുള്ള മറുപടി കേൾക്കുവാനും എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ആയതിനാൽ എത്രയും വേഗത്തിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ദൈവം താങ്കളെയും കൂട്ടരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you.